ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ മെസ്സേജും സിറ്റുവേഷൻ ആണ് അത് ആ മെസ്സേജ് എടുത്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും അത് റെസൊനേറ്റ് ആവില്ല. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഇത് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ അയച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും അവരുടെ, ഇതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? നിങ്ങളുടെ 10 ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 7 ഓഫ് വാൻഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് ഇവിടെ ഡെസ്റ്റിനിയുടെ കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സിറ്റുവേഷൻ തിരിച്ചു വരാൻ പോണു. അപ്പോൾ നിങ്ങൾ രണ്ടാളും മുമ്പേയും ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും വർക്കായില്ല. ഇപ്പോൾ എന്തോ ആ ഒരു സിറ്റുവേഷനിൽ ആദ്യം ഒരു ചാൻസ് കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾ രണ്ടാൾക്കും ഒരുമിച്ച് വരാൻ. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുമിച്ച് വന്നിട്ടും കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പുതിയ തുടക്കമുണ്ട്, പക്ഷെ ചില ബ്ലോക്സും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി 10 ഓഫ് സോഡ്സ് ആണ്. 10 ഓഫ് സോഡ്സ് ഒരു ബിട്രയലിൻ്റെ എനർജിയാണ്. ആരോ നിങ്ങളെ ചതിച്ച പോലെ, എന്തോ ഒരു എൻഡിങ് ഉണ്ടായ പോലെ. അപ്പോൾ ഈ എൻഡിങ് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ എനർജിയിൽ ഞാൻ ഹീലിംഗ് എനർജിയാണ് കാണുന്നത്. അതിന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണു, ഒരു സിറ്റുവേഷനിൽ പുറത്തു വരാൻ നോക്കണു. ഇത് വേറെ ഒരു സിറ്റുവേഷനും ആവാം, ഈ സിറ്റുവേഷനെ കുറിച്ച് ആവണം എന്നില്ല. നിങ്ങൾ പുറത്തു വരാൻ നോക്കണ ഒരു വേറെ സിറ്റുവേഷൻ വിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകാനാണ് ശ്രമിക്കണേ. ഇവിടെ കുറേ ഒരു അബണ്ടൻസും ക്ലാരിറ്റിയുടെ എനർജിയും വന്നിട്ടുണ്ട് നിങ്ങളുടെ എനർജിയിൽ. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 7 ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് എന്തെങ്കിലും വഴക്കുണ്ടായി, സെപ്പറേഷൻ ഉണ്ടായിച്ചാൽ ഈ പേഴ്സൺ ഗിവ് അപ്പ് ചെയ്യണില്ല. അവർ ഫൈറ്റ് ചെയ്യണോ നിങ്ങൾക്ക് വേണ്ടി, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി. ചാരിയറ്റ്, അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്. ഞാൻ കാണുന്നത് ഇവിടെ കുറേ ഒരു സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ് അവരുടെ. അവരുടെ കരിയറിൽ കുറേ ഫോക്കസ് ചെയ്യണു. ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി കാണാണ്ട്. അപ്പോൾ എന്താ ഉണ്ടായ നിങ്ങളുടെ രണ്ടാളുടെയും പാസ്റ്റിൽ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. നൈറ്റ് ഓഫ് കപ്സ്, കുറേ റൊമാൻസ് ഉണ്ടായിരുന്നു, കുറേ ഫ്ലേർട്ടിങ് ഉണ്ടായിരുന്നു. ഇവിടെ ട്രാവൽ എനർജി കാണാണ്ട്, സംസാരിക്കണ എനർജി ഉണ്ട്. അപ്പോൾ കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു, വേറെ ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു. അതല്ലച്ച് കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ രണ്ടാളും ഷുവർ ആയിരുന്നില്ല. അതല്ലച്ച് വേറെ ആൾക്കാർ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായി. ഓക്കെ, എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കാണുന്നത് ഒരു സിറ്റുവേഷൻ തിരിച്ചു വരണു. അപ്പോൾ ഇത് സെപ്പറേഷൻ ആയിട്ട് കുറേ സമയം ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു വേറൊരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ 6 ഓഫ് സോഡ്സ് ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ വിട്ടു പോവാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവും ഇത് കഴിഞ്ഞിട്ടും. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി എന്തോ ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അത് വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് പോണു പൈസീസ്. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ പേഴ്സണിനെ നിങ്ങൾ സഡൻലി ഓർക്കണു, അവരെ മിസ് ചെയ്യണു. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ കുറേ ഡിറ്റാച്ച്ഡ് ആണ് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ.
എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയാണ് വേണ്ടത്. നിങ്ങളൊരു ക്ലിയർ ആയി ഡിസിഷൻ എടുക്കാൻ നോക്കണു. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് ആണ്. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. ലീബ്ര എനർജി ഉണ്ട് ഇവിടെ ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ സെപ്പറേഷൻ എനർജി കാണാണ്ട് അവർ ആ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനാണ് നോക്കണത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് അവർ നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നാണ് ഈ എഫേർട്ടും എനർജിയൊക്കെ കാണുന്നത്. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ കുറച്ചൊരു ഡിറ്റാച്ച്ഡ് പോലെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ഈ പേഴ്സൺ മെസ്സേജ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ മുഴുവനെ ഹീൽ ചെയ്തിട്ടില്ല. പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ അതിന്ന് നിങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടത്. ഇപ്പോൾ വേണമെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഒരു പാസ്റ്റ് ഉണ്ടായേ, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റെബിലിറ്റി വേണം, സമയം വേണം. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കരിയറും ഫാമിലി അതിലേക്കാണ് ഫോക്കസ് ചെയ്യണത്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഹെർമിറ്റ്. അപ്പോൾ അവരും നിങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കാൻ റെഡിയാണ്. അവർ കുറച്ച് സ്പേസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ ആക്ഷൻ എടുക്കും. ഇവിടെ ഒരു ഫയർ സൈൻ കാണാണ്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ ഉണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള പ്ലാൻ ആണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ സക്സസ് വേണം, ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം എന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ആക്ഷൻ? നിങ്ങൾ 10 of Cupsൻ്റെ ആക്ഷനിലാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും. ഇവിടെ ഒരു ഫ്യൂച്ചർ ഫാമിലി കാണുന്നുണ്ട്, പക്ഷെ എവിടെയോ നിങ്ങൾ ഏതോ ഒരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് പൈസീസ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉടനെ ഈ പറഞ്ഞ ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ലോസ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്ക് ആ റിലേഷൻഷിപ്പിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കുറേ ഒരു റിഗ്രറ്റ് ഉണ്ട്, കുറേ വിഷമമുണ്ട്. അതിന് നിങ്ങൾ കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ് പുതിയ തുടക്കം, പുതിയ ബിഗിനിങ്. ഈ പേഴ്സൻ്റെ ആക്ഷൻ എംപ്രസ്. അവർ ആക്ച്വലി ഇവരും ഒരു സിംഗിൾ പേരൻ്റ് ആവാം. അവർക്ക് ഏറ്റവും വലിയ പേടി എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും എന്നാണ്. പക്ഷെ അവർ ആക്ഷൻ എടുക്കും, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഇതൊരു അറിയണ പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ ആരാണെന്ന്. 5 of Swords. അപ്പോൾ ഇവിടെ ഔട്ട്കം നെഗറ്റീവ് ആണ്, പക്ഷെ ഇവിടെ ഒരു പുതിയ തുടക്കം ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇതിൻ്റെ മുമ്പേ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല വെച്ചാൽ എന്തെങ്കിലും വഴക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ പിരിഞ്ഞേ. പക്ഷെ ഇവിടെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവും, ഒരു പുതിയ സ്റ്റാർട്ട്. നിങ്ങൾ രണ്ടാളും ആദ്യം ഒരു ഫ്രഷ് ആയി തുടക്കം ഞാൻ കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പം എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓറക്കിൾ മെസ്സേജ്: വെരി സൂൺ, ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സും പറയണേ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. എന്താ വെച്ചാൽ അത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇപ്പോൾ വെഡ്ഡിങ് വന്നിട്ടുണ്ട്. അത് സിറ്റുവേഷൻ ഇൻക്ലൂഡ്സ് മാരേജ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരീഡ് ആയിരുന്നു, അതല്ല വെച്ചാൽ ഇവിടെ ഒരു മാരേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. ഫിനാൻസസ് ആൻഡ് കരിയർ. അപ്പോൾ ഇവിടെ ആരുടെയോ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ നല്ലതല്ല. ഓക്കെ, അതും ഈ റിലേഷൻഷിപ്പിനെ കുറേ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് പൈസീസ്. ഇവിടെ ഞാൻ കാണുന്നത് ലിയോ, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലീബ്ര, പൈസീസ്, ഏരീസ്. ഓക്കെ, അങ്ങനെ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ സൈൻസ് ഞാൻ അത്ര കൺസിഡർ ചെയ്യില്ല. ഇവിടെ എന്താ വെച്ചാൽ കുറേ സൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ റീഡിംഗ് ആണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.